ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമ്മൾ കാണാൻ പോകുന്നത് കസിൻസ് ആൻഡ് കല്യാണംസ് എന്ന് പറഞ്ഞൊരു മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 1 ആണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ മനുവും ദിയ എന്ന് പറഞ്ഞ രണ്ടുപേരും ഒരു പാലത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നിടത്താണ്. ദിയ ഇപ്പം മനുവിനോട് പറയുകയാണ്, നമ്മൾ ഇതുവരെ കല്യാണങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്, നാളെ നിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞാൽ നമ്മളിനി ഒരിക്കലും കാണത്തില്ലെന്ന് മനുവിനോട് പറയുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് പോലീസുകാരും വരികയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെള്ളത്തിൽ ചാടി ചാവാൻ നിൽക്കുകയാണോ എന്ന്. അവരും പറയുകയാണ്, ഞങ്ങൾ കസിൻസാണ്, നാളെ മനുവിൻ്റെ കല്യാണമാണ്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇത് കേട്ട പോലീസുകാർ അവരെ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. ദിയ ഇപ്പം മനുവിനെ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിടുകയാണ്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ മനു കല്യാണം കഴിക്കാൻ വന്ന വീണ ഇപ്പം മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് ദേഷ്യപ്പെടുകയാണ്, ഇത്രയും സമയമായിട്ട് നിനക്ക് എന്നെ വിളിക്കാൻ സമയമില്ലായിരുന്നു, നീ നിന്റെ കസിൻസിലൂടെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് ആ കസിൻസിനെ ആരെയും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം നമ്മുടെ മനുവിൻ്റെ കസിൻസിനെ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആദ്യം ചന്തു എന്ന് പറഞ്ഞ് കസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവന് പെണ്ണുങ്ങളെടുത്ത് നേരായിട്ട് സംസാരിക്കാൻ പോലും അറിയാത്ത ഒരുത്തനാന്ന് പറയുകയാണ്. അതിനുശേഷം മേഘ എന്ന് പറഞ്ഞൊരു കസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവൾക്ക് എപ്പോഴും മെയിനായിട്ട് നിൽക്കണം, അവളുടെ വിചാരം എലോൺ മാസ്ക് അവളുടെ വീട്ടിൽ വന്ന് പാല് കറക്കുന്ന ഒരാളാണെന്നാണ്. അതിനുശേഷം അശ്വതി എന്ന് പറഞ്ഞൊരു കസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവൾക്ക് ആരെയും പേടിയില്ല, അവളെല്ലാവരും എതിർത്ത് സംസാരിക്കുന്ന ഒരു പെണ്ണാണെന്ന് പറയുകയാണ്. അതിനുശേഷം സംസ്കൃതി എന്ന് പറഞ്ഞൊരു കസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവളെപ്പോഴും യോഗയും മെഡിറ്റേഷനോട് നടക്കുന്ന ഒരുത്തിയാണെന്ന് പറയുകയാണ്. അവസാനം ദിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവളുടെ വിചാരം സൂപ്പർ സ്റ്റാറിനെ നായികയായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട നമ്മുടെ മനു പെട്ടെന്ന് അവളെ കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ദിയെ ഇപ്പോൾ തിരിച്ച് അവളുടെ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെ അവളുടെ കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് മനു ദിയെ ഇഷ്ടമുള്ള കാര്യമെല്ലാം അറിയാം. അതുമാത്രമല്ല അവർക്ക് ആർക്കും വീണയും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവരും ദിയോട് പറയുകയാണ്, ഇന്നാണ് നിന്റെ ലാസ്റ്റ് ഡേ, നാളെ ആകുമ്പോഴേക്കും മനുവിൻ്റെ കല്യാണമാണ്, വേറെ ചാൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് മനുവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഡോറൊന്നും തുറക്കാത്തതുകൊണ്ട് തന്നെ അവളൊരു ഏണി വെച്ച് മനുവിൻ്റെ റൂമിലോട്ട് കയറുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നമുക്ക് ഒളിച്ചോടി പോകാം, നാളെ 3:30 ആകുമ്പോഴേക്കും വരണമെന്ന്. മനു ഇത് സമ്മതിക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ദിയ ഇപ്പോൾ അവരെ കസിൻസിനോട് പറയുകയാണ്. ഇത് കേട്ട കസിൻസ് ഷോക്കാകുകയാണ്. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളൊരു കല്യാണ പെണ്ണിൻ്റെ കണക്ക് ഒഴുകി അവിടെ പറഞ്ഞു വിടുകയാണ്. മനുവിൻ്റെയും ദിവ്യയുടെയും കസിൻസ് ഇപ്പം മറ്റാർക്ക് സംശയം തോന്നിരിക്കാൻ വേണ്ടി കല്യാണത്തിലേക്ക് പോവുകയാണ്. അവരും ഇപ്പോൾ മനുവിൻ്റെയും ദിവ്യയുടെയും കല്യാണം എല്ലാം കഴിഞ്ഞത് സമാധാനിച്ചിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ഒരു കാറ് വരികയാണ്. അവരും ഇപ്പോൾ ആ കാറിൽ ആരാന്ന് നോക്കുമ്പോഴേക്കും അതിൽ മനുവായിരുന്നു. ഇത് കണ്ടവരെ കസിൻസ് എല്ലാം ഷോക്കായി നിൽക്കുകയാണ്. ഇതോടുകൂടി എപ്പിസോഡ് 1 അവസാനിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ എപ്പിസോഡ് 2 ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.